ഹായ് ഫ്രണ്ട്സ്, ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിനും സെറ്റ് മാത്തമാറ്റിക്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതായത് ലിമിറ്റ് ഓഫ് ദി ഫോം 1 പവർ ഇൻഫിനിറ്റി. ഓക്കെ, 1 പവർ ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ HSA സെറ്റ് കേട്ടറ്റ് മാത്തമാറ്റിക്സിനായുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതായത് ലിമിറ്റ് ഓഫ് ദി ഫോം 1 പവർ ഇൻഫിനിറ്റി ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 പവർ ഇൻഫിനിറ്റി എന്ന ഫോർമാറ്റാണ് വരുന്നതെങ്കിൽ, ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 പവർ ഇൻഫിനിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് നോക്കൂ, ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇവിടുത്തെ ബേസ് ടേം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ബേസ് ടേമിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പവർ ടേം ഉണ്ടല്ലോ, പവർ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ അതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ പവർ എടുത്തതായിരിക്കും ഇതിന് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് ഹോൾ റേസ് ടു 7/x സ്ക്വയർ. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ടേം 1 വരും. പിന്നെ പവർ നോക്കൂ, 7/x സ്ക്വയർ. ഓക്കെ, അതിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 7/0 ഏത് വരും? ഇൻഫിനിറ്റിയാണ് വരുന്നത് അല്ലേ? അങ്ങനെ 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന ഫോർമാറ്റാണ് ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട എന്തായിരുന്നു? ബേസ് ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ പവർ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് ആണ് ബേസ് ടേം. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, -1 ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം പവർ ടേമായ 7/x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ടേം 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് -3 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും ഇൻറ്റു 7/x സ്ക്വയർ. ഇതിൽ കോൺസ്റ്റൻറ്റ് ടേം -3ഉം 7ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -21 കിട്ടിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ബാലൻസ് വരുന്ന ടേം സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ റേസ് ടു എൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ടേം മൊത്തം 1 ആയി പോകും. ദെൻ ബാലൻസ് നമുക്ക് കിട്ടുന്ന ആൻസർ -21 എന്നാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എത്തിയിട്ടില്ല. ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ എന്തുകൂടി ചെയ്യണം? ഈ പവർ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ കൂടി എടുക്കണം. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് ഹോൾ റേസ് ടു 7/x സ്ക്വയർ എന്ന് പറയുന്നത് ഈ പവർ -21 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്